ഹലോ ഡിയേഴ്സ്, പാത്രത്തിലിരിക്കുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇത് നമ്മുടെ പനനൊങ്കാണ്. നമ്മുടെ കരിമ്പനയിൽ നിന്ന് കിട്ടുന്ന പനനൊങ്ക്, കരിപ്പെട്ടി ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ആ പനനൊങ്ക് തന്നെ. അപ്പോൾ നമ്മളൊന്നൊരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇത് കണ്ടു. അപ്പോൾ അത് ക്ലീനായിട്ട് ചെയ്യുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ രണ്ടെണ്ണമൊക്കെ മേടിച്ചു, 2 പാക്കറ്റ് മേടിച്ചു. അപ്പോൾ 2 ചേട്ടന്മാരാണിത് ചെയ്യുന്നത്. ഒരു ചേട്ടൻ അത് ക്ലീനാക്കി ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്, മറ്റേ ചേട്ടൻ അത് പാക്ക് ചെയ്ത് വിൽക്കാനുള്ള കാര്യങ്ങളാക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് പാലക്കാട് നിന്നാണോ വരുന്നതെന്ന് ചോദിച്ചു. പാലക്കാടല്ല, ചെറുതുരുത്തിയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഒരു 7, 8, 9 ആ റേഞ്ചിലാണ് അവർ ഓരോ പാക്കിൽ നിറയ്ക്കണത്. അപ്പോൾ അതിന് 100 രൂപയാണ് അവർ ഈടാക്കിയത്. പിന്നെ ഇത് കഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ അനുഭവം എന്ന് ചോദിച്ചാൽ അത് തൊലിയോടുകൂടി കഴിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം തൊലിയോടുകൂടി കഴിക്കുന്നത് നമ്മുടെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, മൂത്രത്തിച്ചൂട് അങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും പ്രതിവിധിയാണ് ഈ കരിമ്പനയുടെ ഈ പനനൊങ്ക് കഴിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് വഴി സൈഡിൽ ധാരാളം കിട്ടും. അപ്പം സമയവും സാഹചര്യമൊക്കെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കഴിച്ച് നോക്കുക. പിന്നെ ഇത് പാലും പഞ്ചസാരയും ചേർത്ത് ജ്യൂസായിട്ടും കുടിക്കാം.